സാഹിത്യ നഗരത്തിന്റെ പ്രൗഢി ഉയർത്തി കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം വായനാ കോർണർ വരുന്നു. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗമായ മിഠായി തെരുവിനും മാനാഞ്ചിറയ്ക്കും സമീപമായാണ് ഒത്തുചേരലിനും വായനയ്ക്കുമായി ഒരിടം തയ്യാറാകുന്നത്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കഥ ലിറ്ററേച്ചർ സ്ട്രീറ്റ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. സാഹിത്യ നഗരമായ കോഴിക്കോടിന് കഥ പറയാനും കേൾക്കാനും വായിക്കാനുമായി ഒരിടം ഒരുങ്ങുകയാണ്. മാനാഞ്ചിറയ്ക്കും പബ്ലിക് ലൈബ്രറിക്കും മിഠായി തെരുവിനോടും ചേർന്നാണ് ഒരു റീഡിംഗ് കോർണർ ഒരുങ്ങുന്നത്. കോഴിക്കോട് നഗരത്തിലെത്തിയാൽ സ്വസ്ഥമായി ആർക്കും പുസ്തകം വായിച്ചു മടങ്ങാം. അതിനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കും. സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കിഫ്ബിയുടെ അനുമതി ലഭിച്ചു. കോർപ്പറേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ ആൻഡ് റെജുവിനേഷൻ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ട്രീറ്റ് ഇവിടെ നമ്മളൊരു റീഡേഴ്സ് സ്ട്രീറ്റ് ഒരു ലിറ്ററേച്ചർ സിറ്റി എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ലിറ്ററേച്ചർ സ്ട്രീറ്റ് ആയിട്ട് ഈ ഒരു പാർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ഈ കോമൺവെൽത്തിൻ്റെ ഫ്രണ്ടേജും അതുപോലെ തന്നെ മാനാഞ്ചിറയുടെ അഭിമുഖമായിട്ട് വരുന്ന ഒരു ഏരിയ. എല്ലാ തരത്തിലും പുസ്തകത്തെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി സാഹിത്യ നഗരിയെ ചേർത്ത് നിർത്തുന്നതാവും പദ്ധതി. കഥ ലിറ്ററേച്ചർ സ്ട്രീറ്റ് എന്നതാണ് പദ്ധതിയുടെ പേര്. ലിറ്ററേച്ചർ സിറ്റി എന്ന ടൈറ്റിലിൻ്റെ ആ ഒരു പ്രശസ്തി വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു സ്പേസായി മാറും. ആളുകളിലെ വായനയെ ഉത്തേജിപ്പിക്കുക എന്ന കോൺസെപ്റ്റ് കൂടി അതിൻ്റെ ഒരു ഘടകമാണ്. ലൈബ്രറിയുമായിട്ട് സഹകരിച്ച് വേണമെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത ആളുകൾക്ക് ഇവിടെ വന്നിരുന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ അത് ലൈബ്രറി അനുവദിക്കുമെങ്കിൽ ആ രീതിയിലുള്ള ആക്ടിവിറ്റിയും നമുക്ക് അവിടെ എൻഗേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പദ്ധതിയുടെ ഒന്നാം ഘട്ടം എന്ന നിലയ്ക്കാണ് മാനാഞ്ചിറയുടെ ഒരു ഭാഗത്തെ ഇടം വായനക്കാർക്കായി മാറ്റുന്നത്. മാനാഞ്ചിറയ്ക്ക് ചുറ്റുമുള്ള പ്രദേശം കൂടി ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കൂടിയാണ് തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.